ഹായ് കൂട്ടുകാരെ, ഇന്നെന്താണെന്നറിയോ, രാവിലെ തേങ്ങ പൊളിക്കുന്ന വലിയ കത്തിയില്ല. അപ്പോൾ ഇന്നലെ തേങ്ങ ഇട്ടപ്പോൾ കരിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മു എൻ്റെ കറിക്കത്തി എടുത്തിട്ട് കണ്ടോ, കരിക്കിൻ്റെ മൂട് മൊത്തം ചെത്തിപ്പറിച്ച് ഓളം കൊണ്ട് പറ്റുന്ന വിധം എൻ്റെ ഒരു കത്തി നാശാക്കി തന്ന് കരിക്കിലെ വെള്ളം മൊത്തം കുടിച്ചിട്ട് കണ്ടോ. ഒന്നല്ല കേട്ടോ, 3-4 എണ്ണം വെട്ടി കുടിച്ചിട്ട് അവളവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ കരിക്ക് വെറുതെ പോലെ. അപ്പം ഞാനത് പൊളിക്കാൻ കണ്ട ഐഡിയ ആണ്. വെളുത്തുള്ളി ഇതൊക്കെ ചതയ്ക്കുന്ന ഇടിമുട്ടീൻ്റെ ഇതെടുത്തുകൊണ്ട് വന്നിട്ട് കുത്തി പൊളിക്കുക. ഞാൻ ഒരെണ്ണം പൊളിച്ചു കേട്ടോ. ഇതാ, എന്നിട്ട് കരിക്കെടുത്തിനകത്ത് വെച്ചേ. ഇനി അടുത്ത പൊളിക്കുക. എങ്ങനെ പൊളിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തി ഇതാ ഇങ്ങനെ പൊളിച്ച്. ഇനി ഞാനിതിനെ സ്പൂണും കൊണ്ട് ഇങ്ങനെ തോണ്ടിയെടുക്കും. നല്ല അടിപൊളി ഐഡിയ അല്ലേ അല്ലേ? രാവിലെ കരിക്ക് തിന്നാനൊരു മോഹം. അത് മാത്രമല്ല കേട്ടോ, അങ്ങനെ വെട്ടി പൊളിച്ച് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞാൽ തിന്നാൻ കൊള്ളൂലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ഇച്ചിരി പറ്റ കരിക്കല്ല കേട്ടോ, ഇച്ചിരി മൂത്തതാ. അങ്ങനെ പൊളിച്ചെടുക്കാണ്. അയ്യപ്പ, എൻ്റെ തറ തിന്ന പൊളിഞ്ഞു പോകുമോയെന്നറിയില്ല. എന്താണേലും ഞാൻ ഇത് പൊളിച്ചെടുക്കും. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം എൻ്റെ അമ്മയുടെ ചേച്ചി വീണിട്ട് കൈയൊക്കെ മുറിഞ്ഞ് വലിയ 8-9 സ്റ്റിച്ചൊക്കെ ആയിട്ട് നടക്കുക. അപ്പോൾ പറ്റിയിട്ട് ഞാൻ ഇതുവരെ കാണാൻ പോയില്ലായിരുന്നേ. അപ്പോൾ ഇന്നലെ ഞാനും അമ്മും കൂടെ വൈകുന്നേരം ഞാൻ കടയിൽ നിന്ന് അങ്ങോട്ട് പോയി. അമ്മ ഇവിടുന്ന് കുറച്ച് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം ഞാനും അമ്മും കൂടെ ഇന്നലെ അങ്ങോട്ട് പോയി. എന്നിട്ട് ഇന്നിപ്പോൾ രാവിലെ ചേച്ചീൻ്റെ മോൻ ഞങ്ങളിവിടെ ആക്കി തന്നെയാണേ. രാവിലെ വന്ന് കഴിഞ്ഞപ്പോൾ ചോറും കറിയൊന്നും വെക്കാൻ വയ്യ. ഇനിയിപ്പോൾ കടയിൽ പോകാനാവില്ലേ. അപ്പം ഞാൻ എന്താക്കി, ഉപ്പുമാവ് വെച്ചു. ഉപ്പുമാവ് ഉണ്ടാക്കി. അപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഇതും കൂടെ പൂളി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇതിരുന്ന് പൂളാനിരുന്നു. അതുകൊണ്ട് ഇന്ന് വേറെ പണിയൊന്നും നടക്കും തോന്നുന്നില്ല. ഇത് 3 എണ്ണം വെട്ടി പൊളിച്ച് വരുമ്പോഴേക്കും പോവാനുള്ള സമയമാവും. നമ്മു സ്കൂളിലും പോയിട്ടില്ല. നമ്മൂന് 2-3 ദിവസമായി ജലദോഷവും പനി. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ടീച്ചർ അവിടെ നിന്ന് വിളിക്കും. അപ്പോൾ പിന്നെ ഞാൻ അവളെ കൂട്ടാൻ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അവളെ ഹെൽത്ത് സെൻ്ററിൽ പറഞ്ഞു വിടാമെന്ന്, മരുന്ന് വാങ്ങാൻ. അപ്പം എല്ലായിടത്തും പനിയും ഇതൊക്കെ അല്ലേ. എല്ലാവർക്കും ടാങ്ക് നിറഞ്ഞോ? എല്ലാവർക്കും പനിയാണ്. എല്ലായിടത്തും ജലദോഷവും പനിയാണ്. അമ്മൂന് പിന്നെ സൈഡിൽ കൂടെ എന്തേലും പോയാൽ മതി. അപ്പേക്കും തുമ്മലും ചീത്തലും വരും. സ്കൂള് തുറന്നു കഴിഞ്ഞാൽ അമ്മൂന് സൂക്കടാ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. അത് ഇച്ചിരി മൂത്തതാണ്. അത് ഇവിടെ എന്തിനു വെട്ടിപ്പൊളിച്ചറിയില്ല. അത് തേങ്ങ ആയിട്ടുണ്ട്. അതുകൊണ്ട് അതാന്ന് തോന്നുന്നു എൻ്റെ കത്തി കേടായ. നല്ല മൂത്തത് പൊട്ടിച്ച വേഗം കത്തിയുള്ളത്. ഇതൊന്നും പിന്നെ അങ്ങനെ മൂത്തിട്ടില്ല. ഇത് മൂത്ത തേങ്ങ ഇവിടെ എന്തിനു വെട്ടിപ്പൊളിച്ചാന്നറിയില്ല. ഇത് വേണ്ട, ഇതും കൂടെ ഇടിച്ച് പൊട്ടിക്കട്ടെ. ആദ്യം ഇവിടെ ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന്
പരിപാടിയൊന്നല്ല കേട്ടോ. കാണുമ്പോൾ നല്ല സുഖമാണ്, പക്ഷെ ഇരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരുന്ന് ഇത് അടിപൊളിയായിട്ടോ. ഇങ്ങനെ പൊളന്ന് വന്നു. മറ്റേയൊന്നും അങ്ങനെ വന്നില്ലായിരുന്നു. ഇതുണ്ടോ, ഇത് വേഗം പൊളന്ന് വന്നു. അപ്പം എളുപ്പമായി. അയ്യോ, എന്തൊക്കെ പരിപാടിയല്ലേ. കത്തിയില്ലേലും തേങ്ങ പൊളിക്കാം കേട്ടോ. അതാണ് നമുക്കത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാലുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞേ. എനിക്കിപ്പോൾ ഇത് കത്തിയില്ല, അത് പൊളിക്കാൻ വയ്യാറ് ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് കേടായി പോവുള്ളൂ. പക്ഷെ എനിക്കത് വേണം, എനിക്കത് തിന്നണം എന്നുള്ള എൻ്റെ ആ ചിന്ത കൊണ്ടാണ് ഞാനിപ്പോൾ ഈ പരിപാടി ചെയ്തത്. അത് വെറുതെ കളയണ്ടല്ലോ അന്ന് വിചാരിച്ച് ചെയ്തതാട്ടോ. കാരണം ഉള്ളപ്പോൾ അയ്യോ താഴെ വിടുക. അമ്മൂന് കൊടുത്തപ്പോൾ അമ്മൂന് വേണ്ടാന്ന്. വെറുതെ കളയണ്ടല്ലോ. അതിലെ പൊളിച്ചിട്ട് ഓരോ ആൾക്കാർ ഓരോ ആൾക്കാരൊന്നല്ല, ഞാനൊക്കെ കരിക്ക് തിന്നെ ഇഷ്ടംപോലെ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് തെങ്ങൊന്നും ഇല്ലായിരുന്നു, അപ്പം ഭയങ്കര കൊതിയായിരുന്നു കരിക്ക് തിന്നാനും. അപ്പം നമുക്ക് ഉണ്ടായപ്പോൾ നമ്മളത് വെറുതെ കളയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഇച്ചിരി റിസ്ക് എടുത്തിട്ടാണേലും കുത്തിപ്പൊട്ടിച്ച. എന്നാൽ കുത്തുമ്പോൾ നമുക്ക് ചങ്കിന് വേനയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് അങ്ങനെ അത്ര ഓവർ വേനൊന്നും വന്നില്ല കേട്ടോ. പുറത്തുനിന്ന് ചെറിയൊരു വേന വന്നത്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി വേഗം കുളിക്കണം, ചായ കുടിക്കണം, ഒരുങ്ങണം, പോകണം. ഇന്ന് വേറെ പണിയില്ല. അത് വാരി കളയാൻ അടിച്ചു വരണം. മിക്സിൻ്റെ ജാറ്, മിക്സിൻ്റെ ഇതുണ്ട് കേട്ടോ, ജാറ് ഇല്ല, ജാറ് പൊട്ടിപ്പോയി. അപ്പോൾ ഇനി അത് വാങ്ങണം, അല്ലെങ്കിൽ ഞങ്ങളിത് ജ്യൂസ് അടിച്ചേനെ. കളിച്ചില്ല. ഇളനീരല്ല, കരിക്ക്. ഇളനീര് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്പൂണും കൊണ്ട് ഇങ്ങനെ കോരി തിന്നുന്നതാണ് ഇളനീര്. ഇത് അതിൻ്റെയും കൂടി ഇച്ചിരി മൂത്തതാണ്, അപ്പം കരിക്ക്. അപ്പം നമ്മുടെ തേങ്ങ പൊളി കഴിഞ്ഞു മക്കളെ, തേങ്ങ പൊളി കഴിഞ്ഞു. കരിക്ക് പൊളി, തേങ്ങ പൊളിയല്ല, കരിക്ക് പൊളി. ഇതുണ്ട്, ഇതിൽ ചാക്ക് നിറച്ച് ഉണക്ക തേങ്ങ നിറച്ചത് തെങ്ങായി. ചാക്ക് കിടന്ന് തെങ്ങായി. പൊളിക്കാൻ കത്തിയില്ല, പാരയില്ല. അപ്പം ഇനി അത് താഴെ ചേച്ചിൻ്റെ മോളുടെ വീട്ടിൽ പാരയുണ്ട് പറഞ്ഞു. അവിടെ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് വീട്ടിൽ പൊളിച്ചേക്കേണ്ടി വരും. എന്നിട്ട് മില്ലിൽ കൊടുത്താൽ നമുക്ക് അവർ ആ തേങ്ങക്കുള്ള എണ്ണ തരും. എണ്ണ മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. പൈപ്പിന് അപ്പം എന്താ ഇത്രയും 3 ഇതിൻ്റെ കരിക്ക് കിട്ടി. ഇത്രയും കരിക്ക് കിട്ടി കേട്ടോ. ഇനി ഇതൊക്കെ പെറുക്കി കളഞ്ഞ് വേഗം ഇവിടെ അടിച്ചും വാരി പോകാൻ നോക്കട്ടെ. അപ്പോൾ ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേ.